അദ്ധ്യായം 1. മഴ തോരും മുമ്പേ. അലീന മുറിയിലേക്ക് ചെല്ലുമ്പോൾ ബ്രിജിത്താമ്മ കട്ടിൽ ക്രാസിയിലേക്ക് തലയണ വെച്ച് അതിൽ ചാരിക്കിടക്കുകയായിരുന്നു. ചിന്നുമോൾ ഒരു കുസൃതി കാട്ടിയിട്ട് ഓടി വരുന്ന പോലെ ഒച്ച വെച്ച് ചിരിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ മുറിയിലേക്ക് കയറി. അലീന തിരിഞ്ഞു നോക്കിയിട്ട് തൻ്റെ ചുണ്ടിൽ വിരലമർത്തി കാണിച്ചു. സൈലൻസ്. ബ്രിജിത്താമ്മയുടെ മുറി കുറേ നാളുകളായി അങ്ങനെയാണ്. മിക്കപ്പോഴും ശോകമുഖം. അതെന്തുകൊണ്ടാണെന്ന് ചിന്നുമോൾക്കറിയില്ല. അറിഞ്ഞാലും മനസ്സിലാക്കാനുള്ള പ്രായവുമായിട്ടില്ല. ചിന്നുമോൾ ചിരി നിർത്തി. മമ്മി വിളിക്കുന്നൂന്ന് ചിന്നുമോൾ വന്നു പറഞ്ഞു. അലീന തെല്ല് സങ്കടത്തിലും ചോദ്യഭാവത്തിലും ബ്രിജിത്താമ്മയെ നോക്കി. വിളിച്ചു. ഇവിടെ ഇരിക്കുമോളെ എൻ്റെ അടുത്ത്. ബ്രിജിത്താമ്മ കൈനീട്ടി അലീനയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. അവരുടെ വിരലുകൾ തണുത്തിരുന്നു. മമ്മിക്ക് തണുക്കുന്നുണ്ടോ? ഇല്ല. എന്താ? അവൾ ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചി. എന്നിട്ട് ബ്രിജിത്താമ്മയുടെ മുഖത്തേക്ക് നോക്കി. മുഖത്ത് നല്ല പോലെ നീരുണ്ട്. കൺതടങ്ങൾ രണ്ടും വീർത്തുന്തിയിട്ടുണ്ട്. ഡയാലിസിസ് നടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ വിളിച്ചത് ഒരു കാര്യം പറയാനാ. ബ്രിജിത്താമ്മ വാത്സല്യത്തോടെ അവളുടെ കൈത്തണ്ടയിൽ തലോടി. കൊല്ലപ്പള്ളിക്കാരുടെ കത്ത് വന്നു. അലീനയുടെ മുഖം വാടി. കത്തയച്ചിട്ടുണ്ടെന്ന് 3 ദിവസം മുമ്പ് തന്നെ അവർ ഫോൺ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ. കാര്യങ്ങൾ ഫോണിൽ സംസാരിച്ചാ പോരേന്ന് അവർ ചോദിച്ചതാ. ഞാനാ നിർബന്ധം പിടിച്ചത് കത്തയക്കണമെന്ന്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു രേഖ വേണ്ടേ? ബ്രിജിത്താമ്മ ബെഡ്ഷീറ്റിനടിയിൽ നിന്ന് ഒരു പോസ്റ്റർ കവർ എടുത്ത് അവളുടെ നേർക്ക് നീട്ടി. അലീന വാങ്ങാൻ മടിച്ചു. കൊഞ്ചല്ലേ കൊച്ചേ, ബ്രിജിത്താമ്മ ശാസിച്ചു. കത്ത് വാങ്ങുമ്പോൾ അലീനയുടെ കണ്ണ് നിറഞ്ഞു. സൂക്ഷിച്ചു വെച്ചോ, അവർ വരും നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ. അപ്പോൾ നീ അവരുടെ കൂടെ പോകണം. നിനക്കവിടെ താമസിക്കാൻ സൗകര്യം കിട്ടും. 3000 രൂപയാ ശമ്പളം. 2000 എന്ന് പറഞ്ഞ് അവർ തർക്കിച്ചു. വയ്യാതെ കിടക്കുന്ന വല്യമ്മച്ചിയെ മാത്രം നോക്കിയാൽ മതിയല്ലോന്നാ അവർ പറഞ്ഞത്. പക്ഷേ എനിക്കറിയരുതോ നിന്റെ സ്വഭാവം. ഒരു വീട്ടിലെ സകല ജോലിയിലും നീ ചെന്ന് കൈയിടും. അവസാനം ഒരു വീട് മുഴുവൻ നോക്കേണ്ട ചുമതല നീ ഏറ്റെടുക്കേണ്ടിയും വരും. അതുകൊണ്ടാ ഞാൻ അവരോട് 3000 വേണമെന്ന് തർക്കിച്ചത്. ഞാൻ പോവൂല. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. എനിക്ക് മമ്മിയുടെ കൂടെ നിന്നാ മതി. അലീന വിതുമ്പിക്കരയാൻ തുടങ്ങി. ചുമ്മാ പൊട്ടി പെണ്ണിനെ പോലെ സംസാരിക്കല്ലേ മോളെ. നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ. ഞാൻ ഇനി എത്ര നാളുണ്ട്? അതിനു മുമ്പ് നിങ്ങളെ 3 പേരെയും കൂടി എവിടെങ്കിലും ഒന്ന് എത്തിക്കണം. വേണ്ട, മമ്മി പോയിട്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ട. ഞങ്ങളും മരിച്ചോളാം മമ്മിയുടെ കൂടെ. അലീന കണ്ണ് തുടയ്ക്കുകയും മൂക്ക് പിഴിയുകയും ചെയ്തു. സന്ദർഭം വളരെ ഗൗരവമുള്ളതാണെന്നും തനിക്കവിടെ സ്ഥാനമില്ലെന്നും കണ്ട് ചിന്നുമോൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മോളെ. നിങ്ങളെ 3 പേരെയും ഞാൻ ശരിയായ സ്ഥലത്ത് തന്നെയാ എത്തിക്കാൻ ഏർപ്പാടാക്കിയിരിക്കുന്നത്. എൻ്റെ കൂടെ ജീവിച്ചതിനേക്കാൾ സുരക്ഷിതത്വവും നന്മയും നിങ്ങൾക്ക് കിട്ടും. ബ്രിജിത്താമ്മ കിതച്ചുകൊണ്ട് കുറച്ചിടെ നിർത്തി. ശ്വാസം വേണ്ടത്ര എടുത്തു. രേവതിക്കുട്ടിയെയും ചിന്നുമോളെയും ഞാൻ പറഞ്ഞു ഏർപ്പെടുത്തിയിട്ടുള്ള വീടുകളിൽ എത്തിക്കേണ്ട ചുമതലയും നിന്റേതാണ്. ഞങ്ങളെ വേർപ്പെടുത്തല്ലേ മമ്മി. ഞങ്ങളെ ഒന്നിച്ചു നിർത്തിയാൽ മതി. ഏതെങ്കിലും ഒരു വീട്ടിൽ എല്ലാ ജോലിയും ഞങ്ങൾ ചെയ്തോളാം. ശമ്പളം ഒന്നും തരണ്ട. എന്നാലും ഞങ്ങളെ തമ്മിൽ പിരിക്കല്ലേ. അലീന തേങ്ങലോടെ കെഞ്ചി. അങ്ങനെയൊന്നും ഒരിടത്തും കിട്ടില്ല മോളെ. പ്രത്യേകിച്ചും ചിന്നുമോളെ വീട്ടിൽ നിർത്താൻ ഒരു വീട്ടുകാരും സമ്മതിക്കില്ല. കാരണം അവൾക്കൊന്നും മനസ്സിലാകാനുള്ള ത്രാണിയായിട്ടില്ല. ഇവിടെ അവൾ നമ്മുടെയെല്ലാം ഓമന കുഞ്ഞായിരുന്നു. അവൾക്ക് എവിടെയും കയറി ചെല്ലാം, എന്തും പറയാം, ചിരിക്കാം, ആരോടും കൊഞ്ചാം. പക്ഷേ മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോഴോ ചിന്നുമോളെ പിരിയുന്നതിനെപ്പറ്റി എനിക്ക് ഓർക്കാൻ പോലും വയ്യ. അലീന വിതുമ്പി. നിങ്ങൾ ഓരോരുത്തരും എന്നെങ്കിലും തമ്മിൽ പിരിയേണ്ടി വരും. വിധി വൈപരീത്യം കൊണ്ട് അത് കുറച്ച് നേരത്തെ ആയിന്ന് മാത്രം. ബ്രിജിത്താമ്മ നെടുവീർപ്പിട്ടു. അലീനയുടെ മിഴികളിൽ നിന്ന് ഇടയ്ക്കിടെ ഓരോ നീർക്കണങ്ങൾ അടർന്നു വീണുകൊണ്ടിരുന്നു. കരയരുത് മോളെ. എനിക്ക് നിങ്ങളുടെ കണ്ണീര് കാണാൻ വയ്യ. സന്തോഷമായിട്ട് വേണ്ടേ എന്നെ യാത്രയയക്കാൻ? അലീന ബ്രിജിത്താമ്മയുടെ സാരിത്തുമ്പ് കൊണ്ട് കണ്ണുകളൊപ്പി. മോളെ, രേവതിക്കുട്ടിയും ചിന്നുമോളെയും നീ ഓരോന്ന് പറഞ്ഞ് കരയിക്കരുത്. നീ വേണം അവരെ സമാധാനിപ്പിക്കാൻ. നീയാണ് മൂത്തവൾ. അതെപ്പോഴും ഓർമ്മ വേണം. അലീന തലയാട്ടി. ആ കത്ത് സൂക്ഷിച്ചു വെച്ചോ, ബ്രിജിത്താമ്മ പറഞ്ഞു. അലീന കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. എന്നെയൊന്ന് താങ്ങിക്കെടുത്ത് മോളെ. അലീന അവരുടെ കഴുത്തിന് പിന്നിലൂടെ കൈയിട്ട് ഉടലൽപ്പം ഉയർത്തിയ ശേഷം താഴേക്ക് നിരക്കി ശരിക്കു കിടത്തി. തലയണ വെച്ചുകൊടുത്തു. ടവൽ നനച്ചുകൊണ്ടുവന്ന് അവരുടെ മുഖത്തെയും കഴുത്തിലെയും വിയർപ്പ് തുടച്ചു. മതി, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. മോള് പൊയ്ക്കോ. അലീന മെല്ലെ മുറി വിട്ടിറങ്ങി. വാതിൽ ചാരി. അവൾ തൻ്റെ മുറിയിൽ പോയിന്ന് ആരും കാണാതെ കരഞ്ഞു. ഓർമ്മ വെച്ചപ്പോൾ മുതൽ അനാഥയാണവൾ. പക്ഷെ ബ്രിജിത്ത മമ്മിയുള്ളപ്പോൾ അവൾക്കൊരിക്കലും ആ അനാഥത്വം മനസ്സിൽ തട്ടിയിരുന്നില്ല. തൻ്റെ അനാഥ മന്ദിരത്തിലെ കുട്ടികൾ അവർക്ക് താൻ പ്രസവിച്ച മക്കളെ പോലെ തന്നെയായിരുന്നു. 24 വർഷം മുമ്പ് വഴിയോരത്ത് നിന്ന് കണ്ടെടുത്ത ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ടാണ് ബ്രിജിത്താമ്മ സ്നേഹനികേതനത്തിന് തുടക്കമിട്ടത്. പിന്നീട് അനേകം കുഞ്ഞുങ്ങൾ സ്നേഹനികേതനത്തിൽ വന്നു. അമ്മയോ അച്ഛനോ ഉപേക്ഷിച്ച കുഞ്ഞുങ്ങൾ, യുവതികൾക്ക് സംഭവിച്ച കൈത്തെറ്റുകൾ, മാതാപിതാക്കൾക്ക് മരിച്ച അനാഥരായവർ, തെരുവിലെ എച്ചിൽ കൂനകൾക്കരികത്തു നിന്ന് കണ്ടെടുത്തവർ. സ്നേഹനികേതനത്തിൽ 42 അന്തേവാസികൾ.
ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അംഗസംഖ്യ ചില വർഷങ്ങളിൽ ഏറിയും കുറഞ്ഞുമിരുന്നു. പല കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിച്ച് മിടുക്കരാക്കി വിടാൻ ബ്രിജിത്താമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചില പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുത്തയച്ചു. കുറേ കാലം സ്നേഹനികേതനത്തിൽ നിന്ന ശേഷം ജോലി തേടിപ്പോയവരും ജോലി കിട്ടിപ്പോയവരുമുണ്ട്. സ്നേഹനികേതനത്തിൽ നിന്ന് പല ഘട്ടങ്ങളിലായി ചാടിപ്പോയ കുട്ടികളും കുറവല്ല. കുട്ടികളില്ലാത്ത മാതാപിതാക്കൾ സ്നേഹനികേതനത്തിൽ നിന്ന് കുട്ടികളെ ദത്തെടുത്തു കൊണ്ടുപോയിട്ടുമുണ്ട്. ബ്രിജിത്താമ്മ സ്നേഹനിലയം എന്ന പേരിൽ അനാഥ കുട്ടികളുടെ സംരക്ഷണത്തിനായി ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ സ്ഥിതി ഒട്ടും ആശാവഹമായിരുന്നില്ല. സഹകരിക്കാനോ സഹായിക്കാനോ ആരും മുമ്പോട്ട് വന്നില്ല. ബന്ധുജനങ്ങളുടെ പോലും കടുത്ത എതിർപ്പിനെ നേരിടേണ്ടി വന്നു. അന്യരാജ്യത്ത് പോയി കിടന്ന് 10-15 കൊല്ലം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശു കളയാൻ അവള് വേറൊരു മാർഗവും കണ്ടില്ല എന്നായിരുന്നു ബന്ധുക്കളുടെ പരാതി. ബന്ധുക്കളെന്ന് പറയാൻ ബ്രിജിത്താമ്മയ്ക്ക് മൂത്ത സഹോദരനും അപ്പനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുവൈത്തിൽ ജോലിയായിരുന്ന കാലത്ത് നഷ്ടപ്പെട്ടതാണ് ബ്രിജിത്താമ്മയ്ക്ക് ഭർത്താവിനെയും 2 മക്കളെയും. ബ്രിജിത്താമ്മ നേഴ്സായിരുന്നു. ഭർത്താവ് ഐസക് എക്സ്റേ ടെക്നീഷ്യനും. 2 മക്കൾ 11ഉം 9ഉം വയസ്സ് പ്രായം. അവർ കുവൈത്തിൽ തന്നെ ഇന്ത്യൻ സ്കൂളിൽ വിദ്യാർത്ഥികളായിരുന്നു. സന്തുഷ്ടരായ കുടുംബം. തരക്കേടില്ലാത്ത വരുമാനവും സമ്പാദ്യവും. ഒറ്റ ദിനം കൊണ്ട് എല്ലാം തകർന്നു. ഒഴിവു ദിവസം കുവൈത്തിൽ നിന്ന് ഉല്ലാസ നൗകയിൽ ദ്വീപിലേക്ക് പോയതായിരുന്നു ഐസക്കും കുട്ടികളും. ബ്രിജിത്താമ്മ കൂടി പോകാനിരുന്നതാണ്. പേരുകൊടുത്ത് പണവും അടച്ച് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ യാത്ര പോകുന്നതിന്റെ തലേദിവസം തുടങ്ങിയ ശ്വാസതടസ്സവും ചെറിയ പനിയും ബ്രിജിത്താമ്മയുടെ യാത്ര മുടക്കി. ഭർത്താവിനെയും മക്കളെയും അവർ സന്തോഷത്തോടെ യാത്രയയച്ചു. പിന്നീട് അപകട വാർത്തയാണ് ബ്രിജിത്താമ്മയ്ക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ബോട്ട് മുങ്ങി മരിച്ച 14 പേരിൽ ഐസക്കും മക്കളും ഉൾപ്പെട്ടിരുന്നു. എല്ലാം ഉണ്ടായിരുന്നിട്ട് ഒരു നാൾ ഒന്നുമില്ലാതായതിന്റെ ഷോക്കിൽ നിന്ന് കരകയറാൻ അത്ര പെട്ടെന്നൊന്നും ബ്രിജിത്താമ്മയ്ക്ക് കഴിഞ്ഞില്ല. കുവൈത്തിൽ ജോലി തുടരുന്നതിനെപ്പറ്റി ഓർക്കാൻ പോലും വയ്യായിരുന്നു. ജോലി ഉപേക്ഷിച്ച് ബ്രിജിത്താമ്മ നാട്ടിൽ തിരിച്ചെത്തി. അവിടെ നേരത്തെ പണിയിച്ചിരുന്ന വീട്ടിൽ തനിച്ച് താമസം തുടങ്ങി. വീട്ടുനടയ്ക്കൽ റോഡരികിൽ പഴന്തുണിയിൽ പൊതിഞ്ഞുപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടുകിട്ടിയ ഒരു ചോരക്കുഞ്ഞ് ബ്രിജിത്താമ്മയുടെ മരവിച്ചുപോയ ചേതനയെ പതുക്കെ പതുക്കെ ഊർജ്ജസ്വലമാക്കി. സ്നേഹനികേതന്റെ തുടക്കം അതായിരുന്നു. വീടിന്റെ പേരുമാറ്റി സ്നേഹനികേതനമെന്നാക്കി. 24 വർഷം നീണ്ട ജീവകാരുണ്യ പ്രവർത്തനത്തിനിടയിൽ സമ്പാദ്യങ്ങളെല്ലാം ചോർന്നുപോയി. വൃക്കരോഗത്തിന്റെ ചികിത്സയ്ക്കായും കുറേയധികം പണം ചെലവായി. ബാങ്കിൽ പണയപ്പെട്ടുപോയ വീടും ചെറിയ പുരയിടവും വിൽക്കേണ്ടി വന്നു. സ്നേഹനികേതനത്തിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. സന്നദ്ധ സംഘടനകളുടെയും ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളുടെയും സഹായം കൊണ്ടും ഉദാരമതികളുടെ സംഭാവന കൊണ്ടുമാണ് സ്നേഹനികേതനം പ്രവർത്തിച്ചു പോന്നിരുന്നത്. ഏതില്ലായ്മയിലും ബ്രിജിത്താമ്മ 2 കൈയിലും ഓരോ സഞ്ചിയുമായി ഇറങ്ങിയാൽ വൈകുന്നേരം അത് നിറച്ചുകൊണ്ടേ തിരിച്ചുവരൂ. കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ അവർ ഇരന്നു വാങ്ങും. ബ്രിജിത്താമ്മ കൈനീട്ടിയാൽ ഏതു പിശുക്കനും പണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സ്വന്തം നാട്ടിൽ മാത്രമല്ല അടുത്ത ജില്ലകളിലും ബ്രിജിത്താമ്മ പിരിവിനായി ഇറങ്ങും. ഒരു ബസ്സിൽ കയറി ഒരു സ്ഥലത്തിറങ്ങിയാൽ അവിടെ നിന്ന് തുടങ്ങുകയായി. കണിയാപുരത്തെ കട ഉടമകളും നാട്ടുകാരും ബ്രിജിത്താമ്മയോട് പറയും, കഴിഞ്ഞ മാസമല്ലേ തന്നത്, ഇങ്ങനെ കൂടെ കൂടെ വന്നാൽ എങ്ങനാ? എൻ്റെ കുട്ടികൾക്ക് ഈ മാസവും വിശക്കുന്നുണ്ട്. അവർ ജീവനോടിരിക്കുകയും ചെയ്യുന്നു. ആ മറുപടിയോടെ മിക്കവരും അടങ്ങും. നടത്തിപ്പിന്റെ നല്ല കാലത്ത് സ്നേഹനികേതനത്തിന് കളക്ടറുടെ അവാർഡും പ്രശംസയും മന്ത്രിയുടെ അനുമോദനവും സഹായ വാഗ്ദാനവും ലഭിച്ചിട്ടുണ്ട്. ബ്രിജിത്താമ്മയുടെ സേവന മഹാത്മ്യത്തെപ്പറ്റി പത്രങ്ങൾ പുകഴ്ത്തി എഴുതുകയും ചെയ്തിരുന്നു. ബ്രിജിത്താമ്മ നീട്ടിയ കൈ ആരും തട്ടിമാറ്റിയിട്ടില്ല. ആർക്കും പ്രതിരോധിക്കാൻ പറ്റാത്തതായിരുന്നു അവരുടെ അചഞ്ചലമായ ആത്മവിശ്വാസവും ആത്മാർത്ഥതയും അർപ്പണബോധവും. ബ്രിജിത്താമ്മ വൃക്കരോഗിയായതോടെ സ്നേഹനികേതനത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ പരിങ്ങലിലായി. ആഹാരം, വസ്ത്രം, മരുന്ന് ഇത്രയും അത്യന്താപേക്ഷിതമാണ്. സ്നേഹനികേതനത്തിലെ അംഗങ്ങൾ പല സംഘങ്ങളായി നാടുനീളെ നടന്ന് സംഭാവനകൾ പിരിച്ചു. അതിനിടയിൽ ബ്രിജിത്താമ്മ അറിയാതെ ചില തട്ടിപ്പുകളും നടന്നു. വൃക്കരോഗത്തിന് ചികിത്സ തേടിയതാണ് താൻ ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയ അബദ്ധമെന്ന് ബ്രിജിത്താമ്മ വിലപിക്കാറുണ്ട്. പണം ചോർന്നു പോയതിന് കണക്കില്ലായിരുന്നു. വീടും പുരയിടവും അങ്ങനെയാണ് അന്യാധീനപ്പെട്ടത്. 2 മാസത്തിലൊരിക്കൽ നടത്തിയിരുന്ന ഡയാലിസിസ് മാസത്തിലൊരിക്കലായി, 2 ആഴ്ചയിലൊരിക്കലായി, ആഴ്ചയിലൊരിക്കലായി, ആഴ്ചയിൽ 2 തവണയായി. അങ്ങനെ ആ വൃത്തിപരിധി ചുരുങ്ങി. 4000-ഓളം രൂപയാകും ഒരു തവണ ഡയാലിസിസിന്. സ്നേഹനികേതനം നടത്തിക്കൊണ്ടു പോകാൻ താൻ അവശേഷിക്കില്ലെന്ന് ബ്രിജിത്താമ്മയ്ക്ക് പൂർണ്ണ ബോധ്യമായി. ആ സമയത്ത് 14 അന്തേവാസികളാണ് സ്നേഹനിലയത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 11 പേരെയും ബ്രിജിത്താമ്മ മറ്റ് അനാഥാലയങ്ങളിലും ജീവകാരുണ്യ സംഘടനകളിലും എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി 3 പേരാണ് അവശേഷിക്കുന്നത്. അലീനയും രേവതിക്കുട്ടിയും ചിന്നുമോളും. അലീനയ്ക്കും രേവതിക്കുട്ടിക്കും ചിന്നുമോൾക്കും ബ്രിജിത്താമ്മ തന്നെ അഭയസ്ഥാനങ്ങൾ ഏർപ്പാടാക്കിയെങ്കിലും മമ്മിയെ വിട്ടുപോകാൻ അവർ 3 പേരും തയ്യാറല്ല. ഓർമ്മ വെച്ചും നാൾ മുതൽ ബ്രിജിത്താമ്മയാണ് അവരുടെ മമ്മി.
അമ്മയെ പിരിയേണ്ടി വരുന്ന മക്കളുടെ വേദന തന്നെയുണ്ട് അവർക്ക്. ബ്രിജിത്താമ്മയ്ക്കും അങ്ങനെ തന്നെ. അവരെ സ്വന്തം കുട്ടികളായിട്ടേ ബ്രിജിത്താമ്മ ഇന്നേ വരെ കരുതിയിട്ടുള്ളൂ. അവരുടെ ജീവിതം ഒന്ന് കരപറ്റി കാണാൻ ബ്രിജിത്താമ്മ അങ്ങേയറ്റം ആശിച്ചിരുന്നു. പക്ഷേ അതിനു മുമ്പേ മടങ്ങിക്കൊള്ളാൻ ദൈവം ബ്രിജിത്താമ്മയോട് കൽപ്പിച്ചിരിക്കുന്നു. പോവുകയേ നിവൃത്തിയുള്ളൂ. പക്ഷേ പോകും മുമ്പേ തനിക്ക് ചെയ്യാവുന്നിടത്തോളം ബ്രിജിത്താമ്മ ചെയ്തു വച്ചിട്ടുണ്ട്. അലീനയ്ക്ക് ആയിയായിട്ട് നിൽക്കാൻ പറ്റിയൊരു വീട്. വീണു തോളലൊടിഞ്ഞ ഒരു വല്യമ്മച്ചി അവിടെ അവളുടെ സേവനം കാത്തിരിക്കുന്നു. രേവതിക്കുട്ടിക്ക് മക്കളും മരുമക്കളുമെല്ലാം വിദേശത്തായി പോയ വൃദ്ധ ദമ്പതികളെ പരിചരിക്കാനുള്ള ചുമതല ചിന്നുമോളെ പാർപ്പിക്കാൻ കുട്ടികളുടെ ഒരു ഓർഫനേജിലും ഏർപ്പാടാക്കിയിരിക്കുന്നു. പക്ഷേ 3 പേരും 3 ദിക്കിലേക്കാണ് ചിതറിപ്പോകേണ്ടി വരിക. കോട്ടയം പാലായ്ക്കടുത്ത് കൊല്ലപ്പള്ളിയിലാണ് അലീനയ്ക്ക് ആയിയായി നിൽക്കേണ്ട വീട്. രേവതിക്കുട്ടി ജോലി നോക്കേണ്ട വീടാകട്ടെ എറണാകുളത്ത് പാലാരിവട്ടം എന്ന സ്ഥലത്താണ്. ചിന്നുമോളെ പാർപ്പിക്കുന്നത് കൊല്ലത്തിനടുത്ത് കിളിക്കൊല്ലൂർ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു ഓർഫനേജിലേക്കും. 3 പേർക്കും പരസ്പരം പിരിയുക എന്നത് ദുസ്സഹമാണ്. രേവതിക്കുട്ടി സ്നേഹനികേതനത്തിൽ വരുമ്പോൾ അലീനയ്ക്ക് 3 വയസ്സേയുള്ളൂ പ്രായം. ഏകോദര സഹോദരങ്ങളെ പോലെയാണ് സ്നേഹനികേതനത്തിൽ അവർ ജീവിച്ചത്. ചിന്നുമോളെ വളർത്തിയത് രേവതിക്കുട്ടിയും അലീനയും ചേർന്നാണ്. എന്നാൽ ഇപ്പോൾ വിധിയുടെ കരങ്ങൾ അവർക്കിടയിൽ ദൂരവും മതിലുകളും സൃഷ്ടിക്കാൻ പോകുന്നു. വാതിൽക്കൽ ഒരു നിഴലനക്കം കണ്ട് അലീന പെട്ടെന്ന് കണ്ണും മുഖവും തൂത്തു. രേവതിക്കുട്ടിയായിരുന്നു അത്. അവൾ തീരെ തളർന്നതുപോലെ തോന്നിച്ചു. വല്ല രക്ഷയുമുണ്ടോ മോളെ? അലീന പ്രതീക്ഷയോടെ ചോദിച്ചു. ഇല്ല ചേച്ചി, നമ്മൾ ചോദിച്ച ആരും ഒന്നും തരില്ല. നീ കോൺവെന്റിലും വികാരിയച്ഛൻ്റെ അടുത്തും ചെന്ന് ചോദിച്ചില്ലേ? അവരെത്രയെന്ന് വെച്ചാ തരുന്നേ? മടുത്തു കാണും നമ്മളെ കൊണ്ട്. സാരമില്ല, നാളെ നമുക്കൊന്നിച്ച് ഒരു ശ്രമം കൂടെ നടത്തി നോക്കാം. ഒരു തവണ കൂടി ബ്രിജിത്താമ്മയ്ക്ക് ഒരു ഡയാലിസിസ് നടത്താനുള്ള പണത്തിന് വേണ്ടി കഴിഞ്ഞ 2 ദിവസമായി അലയുകയാണവർ. പണത്തിന് വേണ്ടി 2-4 ദിവസം കൂടി മമ്മിയുടെ ആയുസ് നീട്ടിയെടുക്കാനുള്ള പ്രാർത്ഥനവും പ്രയത്നവുമാണത്. മനസ്സുള്ളവർ കനിഞ്ഞാലേ നിവർത്തിയുള്ളൂ. മമ്മിക്കിപ്പോൾ എങ്ങനെയുണ്ട് ചേച്ചി? രേവതിക്കുട്ടി അലീനയെ നോക്കി. ഇന്ന് കൂടുതലാ, മുഖത്തെല്ലാം നീര്, കൺപോള പോലും നീര് കെട്ടി വീർത്തു. ഷോ, ലോകത്ത് എന്തുമാത്രം ആളുകളുടെ കയ്യിൽ പണം വെറുതെ ഇരിപ്പുണ്ട്, എങ്ങനെ ചെലവാക്കണമെന്ന് പോലും അറിയാതെ. മരിക്കുമ്പോൾ വെറും കൈയോടെയല്ലേ ചേച്ചി എല്ലാവരും പോകുന്നത്? എന്നാലും അതീന്ന് കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കില്ല. രേവതിക്കുട്ടി ലോകത്തോടാകെ അമർഷം തോന്നി. ബ്രിജിത്താമ്മ കിടപ്പിലായി കഴിഞ്ഞ ശേഷം അലീനയും രേവതിക്കുട്ടിയും കൂടിയാണ് പിരിവിനിറങ്ങുക. കലക്ടറുടെ സർട്ടിഫിക്കറ്റുണ്ട്, അവാർഡ് ദാന ചടങ്ങിന്റെ ഫോട്ടോയുണ്ട്, പത്രങ്ങളിൽ സ്നേഹനികേതനത്തെക്കുറിച്ച് വന്ന പ്രശംസകളുടെ ഫോട്ടോ കോപ്പികളുണ്ട്. എന്നാലും ആളുകൾക്ക് സംശയമാണ്. തട്ടിപ്പുകാരാണോ വ്യാജരേഖകളാണോ ഇവർ കൊണ്ടു നടക്കുന്നത്? ചിലപ്പോൾ ചിന്നുമോളെയും അവർ കൂടെ കൊണ്ടുപോകും. ഇങ്ങനെ വീടുവീടാന്തരം കയറിയിറങ്ങി നടക്കുന്നത് അവൾക്ക് വലിയ ഇഷ്ടമാണ്. രേവതിയോ അലീനയോ തനിയെ ദൂരെയെങ്ങും പിരിവിന് പോകാറില്ല. സ്ഥാപനങ്ങളിലോ കോൺവെന്റുകളിലോ ആശ്രമങ്ങളിലോ പള്ളികളിലോ മാത്രമേ തനിയെ പോകാറുള്ളൂ. നീ വിഷമിക്കേണ്ട, വരൂ. നാളെ നമുക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. ഞാനും കൂടി വരാം പിരിവിന്. വിഷാദഗ്രസ്തിയായിരുന്ന രേവതിക്കുട്ടിയെ അലീന ആശ്വസിപ്പിച്ചു. ഞാൻ മമ്മിയെ ഒന്ന് കാണട്ടെ. രേവതിക്കുട്ടി എഴുന്നേറ്റ് ബ്രിജിത്താമ്മയുടെ മുറിയിലേക്ക് പോയി. രാത്രിയായതോടെ ബ്രിജിത്താമ്മയുടെ നില കുറെ കൂടി വഷളായി. ചിന്നുമോളെ ഉറക്കിയിട്ട് അലീനയും രേവതിക്കുട്ടിയും ബ്രിജിത്താമ്മയുടെ കിടക്കയിൽ അവരെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ അവർ പെൺകുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ചിന്നുമോളെ ആദ്യം കിളിക്കൊല്ലൂരുള്ള അനാഥ മന്ദിരത്തിൽ കൊണ്ടുവിടണം. അവളുടെ കൂടെ അലീന മോൾ മാത്രം പോയാൽ പോരാ, രേവതിക്കുട്ടിയും പോണം. അവളോടൊപ്പം കുറേ സമയം അവിടെ ഇരിക്കണം. ആ സ്ഥലവും പുതിയ കൂട്ടുകാരും അവളുടെ മനസ്സിന് ഇണങ്ങുന്നത് വരെ. അത്രയും പറഞ്ഞിട്ട് ശ്വാസം വേണ്ടത്ര കിട്ടാതെ ബ്രിജിത്താമ്മ ഞരങ്ങി. അവരുടെ കൃഷ്ണമണികൾ ഒരു വട്ടം മറഞ്ഞുപോയി. എല്ലാം ഞങ്ങൾ ചെയ്തോളാം, മമ്മി ഇങ്ങനെ വിഷമിക്കാതെ കിടന്നാൽ മതി. അലീന കണ്ണുനീരോടെ പറഞ്ഞു. എൻ്റെ വിഷമം ഒക്കെ പെട്ടെന്ന് തീരും. നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ പറയുന്നേ. ബ്രിജിത്താമ്മ ദീർഘശ്വാസം എടുത്തു. എന്നിട്ട് തുടർന്നു. രേവതിക്കുട്ടിയെ അലീന മോൾ തന്നെ പാലാരിവട്ടത്തെത്തിക്കണം. അവളോടൊപ്പം ഒരു ദിവസം താമസിക്കണം. അവൾക്കവിടം പരിചയമായിട്ടേ മോള് തിരിച്ചു വരാവൂ. രേവതിക്കുട്ടിക്ക് സങ്കടം അടക്കാൻ കഴിയുന്നില്ല. അവൾ വിങ്ങിക്കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റുപോയി. മമ്മി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ? അലീന കണ്ണു തുടച്ചു. സാരമില്ല, നിങ്ങളെ 3 പേരെയും ഞാൻ നല്ല സ്ഥലങ്ങളിൽ തന്നെ അയൽപ്പിക്കുന്നേ. ഇതിങ്ങനെ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കുറേ സമയം എടുത്തെങ്കിലും എന്നെക്കൊണ്ട് അത്രയും സാധിച്ചു. അലീന എഴുന്നേറ്റ് പോയി ടവലെടുത്ത് നനച്ച് അവരുടെ മുഖവും കഴുത്തും തുടച്ചു കൊടുത്തു. എവിടെ ചെന്നാലും നല്ലതേ പറയിക്കാവൂ കേട്ടോ. ബ്രിജിത്താമ്മയുടെ കുഞ്ഞുങ്ങൾ ചീത്തയാണെന്ന് ആരെക്കൊണ്ടും പറയിക്കരുത്. ഞാൻ പോയാലും എൻ്റെ മനസ്സ് നിങ്ങളെ കൂടെ ഉണ്ടാവും. ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ മക്കൾ എന്തൊക്കെയാ ചെയ്യണമെന്നും പറയണമെന്നും. മതി മമ്മി, മതി. അലീന വിതുമ്പിക്കൊണ്ട് കെഞ്ചി. ഇവിടുന്ന് പോയവരുമൊക്കെ സൗകര്യം കിട്ടിയാൽ ചെന്ന് കാണണം കേട്ടോ. സഹായിക്കേണ്ടവരെ കഴിയുമെങ്കിൽ സഹായിക്കണം, ആശ്വസിപ്പിക്കണം. മമ്മി, ദൈവത്തെ ഓർത്ത് ഒരു കാര്യം കൂടെ നിന്നോട് എനിക്ക് പറയാനുണ്ട്. ബ്രിജിത്താമ്മ അവളുടെ കൈവിരലുകളിൽ പരതി പിടിച്ചു. നിന്നോടത് പറയാതെ പോകുന്നത് മഹാപാപമാണെന്ന് തോന്നിയതുകൊണ്ടാ. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്കറിയാനും പറ്റില്ല. അലീന ബ്രിജിത്താമ്മയെ സൂക്ഷിച്ചു നോക്കി.
നീ ഒരിക്കൽ എന്നോട് ചോദിച്ചു, നിന്നെ പ്രസവിച്ചത് ആരാണെന്ന് അറിയാമോ എന്ന്. അറിയാമെന്ന് ഞാനും പറഞ്ഞു. ആ ദിവസം അലീനയ്ക്ക് ഓർമ്മയുണ്ട്. ഈ ഓർഫനേജിൽ എത്തുന്നത് വരെ പല കുഞ്ഞുങ്ങളും അനാഥരല്ല എന്നവൾക്കറിയാമായിരുന്നു. പാവങ്ങളുടെ ഇല്ലായ്മകളിൽ നിന്ന് മാത്രമല്ല അനാഥ കുഞ്ഞുങ്ങൾ എത്തുന്നത്. ഇടത്തരക്കാരുടെ ദുരഭിമാനങ്ങളിൽ നിന്ന്, സമ്പന്നരുടെ അഹങ്കാരത്തിൽ നിന്നും അപമാനത്തിൽ നിന്നും. ഒരു കുഞ്ഞിൻ്റെയും കൂടെ അമ്മയുണ്ടായിരുന്നില്ല. ബന്ധുജനങ്ങളിൽ ആരെങ്കിലും, ചിലപ്പോൾ 2 പേർ. പേരില്ല, അഡ്രസ്സില്ല. ബ്രിജിത്താമ്മ ചോദിക്കാറുമില്ല. താൻ നിഷേധിച്ചാൽ ഈ കുഞ്ഞുങ്ങളെ കായലിലോ റെയിൽ പാളത്തിലോ എറിഞ്ഞു കളഞ്ഞെങ്കിലോ എന്നാണ് അവരുടെ പേടി. ഒരു സംഭാവന കിട്ടിയെന്നിരിക്കും. അതിന്റെ ഫലം എല്ലാ അനാഥ കുഞ്ഞുങ്ങളും ഒരുപോലെയാണ് പങ്കിടുക. അമ്മമാർക്ക് എന്ത് സംഭവിക്കുന്നു? അലീന പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. സ്നേഹനികേതനത്തിൽ വന്നു ചേർന്നിട്ടുള്ള അനാഥ കുഞ്ഞുങ്ങളുടെ അനാഥത്വത്തിന് പിന്നിലുള്ള കഥകൾ ചിലപ്പോൾ അവളെ ഞെട്ടിച്ചിട്ടുമുണ്ട്. പുരുഷന്റെ ചതി അല്ലെങ്കിൽ ക്രൂരത, പ്രസവിച്ച പെൺകുട്ടിയുടെ വീട്ടുകാർക്കുള്ള അഭിമാനക്ഷതം, ഒരു സ്നേഹബന്ധത്തിൽ ഉരുത്തിരിഞ്ഞ അബദ്ധം. അവിടെയെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത് പുരുഷന്മാരാണ്. അമ്മമാർ നിസ്സഹായരാണ്. തന്നെ പ്രസവിച്ച് ഉപേക്ഷിക്കേണ്ടി വന്ന സ്ത്രീ ആരെന്നറിയാൻ അലീന ആഗ്രഹിച്ചിരുന്നു. ഒന്നും ചോദിക്കാനല്ല, അവകാശപ്പെടാനല്ല. ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവിൽ വെച്ച് നിസ്സഹായിയായി തന്നെ കൈവിട്ട് കളയേണ്ടി വന്ന അമ്മയുടെ ദുഃഖമൊന്ന് കാണാൻ. വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല അമ്മയോട്. കാരണം ഒരമ്മയും മനസ്സോടെയല്ല സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതെന്ന് അവൾക്കറിയാം. അതിനു പിന്നിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ട്. പക്ഷേ അച്ഛൻ ആരെന്ന് അവൾക്കറിയണ്ട, കാണുകയും വേണ്ട. കാരണം അച്ഛൻ മിക്കപ്പോഴും ചതിയനും സ്വാർത്ഥനുമാണ്. സമൂഹത്തിന്റെ അംഗീകാരമുള്ള കുട്ടിയെ മതി അവന്. അംഗീകാരമില്ലാത്ത കുട്ടിയെ അവൻ തന്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല മനസ്സിൽ നിന്നും കൂടി പുറത്താക്കി കളയുന്നു. അമ്മമാർ അങ്ങനെയല്ല. വർഷങ്ങൾക്ക് ശേഷം സ്നേഹനികേതനത്തിൽ തന്റെ കുഞ്ഞിനെ തേടി വന്ന അമ്മമാർ അലീന കണ്ടിട്ടുണ്ട്. 2 കുട്ടികളെ അവരുടെ അമ്മമാർ വീണ്ടെടുത്തു കൊണ്ടുപോയി. ഏതോ ഒരു പണക്കാരിയായ സ്ത്രീ കാറിലാണെത്തിയത്. അവർ കഷ്ടപ്പെട്ടാണ് സ്നേഹനികേതനത്തിൽ തന്റെ കുഞ്ഞുണ്ടെന്നറിഞ്ഞത് തന്നെ. പക്ഷേ അവരുടെ കുട്ടി 1 വർഷം മുമ്പ് രോഗം വന്ന് മരിച്ചു പോയിരുന്നു. അന്ന് ആ അമ്മയുടെ മുഖത്തുണ്ടായ സ്തോഭം അലീന ഒരിക്കലും മറക്കില്ല. സ്തംഭിച്ചു നിന്നുപോയി അവർ. പിന്നെ കുട്ടി എവിടെയാണ് സംസ്കരിച്ചതെന്ന് ചോദിച്ചു. ആ സ്ഥലം കാട്ടിക്കൊടുക്കാൻ ബ്രിജിത്താമ്മയോടൊപ്പം അലീനയും പോയിരുന്നു. അങ്ങോട്ടുള്ള യാത്രക്കിടയിൽ ആ സ്ത്രീ തന്റെ കുട്ടിയെക്കുറിച്ച് ചോദിച്ചു. അവൻ മിടുക്കനായിരുന്നോ, കുസൃതിയായിരുന്നോ, അവൻ എപ്പോഴും കരയുമായിരുന്നോ എന്നെല്ലാം. 4 വർഷം അവൻ സ്നേഹനികേതനത്തിൽ ഉണ്ടായിരുന്നു. എപ്പോഴും എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു അവൻ. കളിയിലൊന്നും യാതൊരു താല്പര്യവുമില്ല. അലീന പറയും, അവൻ ഭാവിയിൽ ഒരു ശാസ്ത്രജ്ഞനായി തീരുമെന്ന്. 4-ാം വയസ്സിൽ ന്യൂമോണിയ കടുത്ത് അവൻ മരിച്ചു. അലീനയാണ് അന്വേഷിച്ചു വന്ന അമ്മയ്ക്ക് അവൻ അടക്കിയ സ്ഥലം കാട്ടിക്കൊടുത്തത്. കുലീനയും സമ്പന്നയുമായ യുവതി വെറും നിലത്ത് തൂർന്നുപോയി പുല്ലു പടർന്ന മൺകുടീരത്തിനരികെ കുറേ സമയം ഇരുന്നു. ഇടയ്ക്ക് തുവാലയെടുത്ത് കണ്ണു തുടച്ചു. അന്ന് രാത്രി അലീന ബ്രിജിത്താമ്മയോട് ചോദിച്ചു, എൻ്റെ അമ്മയെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? 1 പ്രാവശ്യം മതി, ഞാൻ മിണ്ടാതെ തിരിച്ചു പോന്നോളാം. അന്നു താൻ ചോദിച്ച ചോദ്യത്തിന് ഇന്ന് മറുപടി കിട്ടാൻ പോവുകയാണെന്ന് അലീനയ്ക്ക് തോന്നി. മോളെ, ബ്രിജിത്താമ്മയുടെ വിരലുകൾ അവളുടെ കൈത്തലം അമർത്തി പിടിച്ചു. ഞാൻ നിന്നെ നിന്റെ അമ്മയുടെ അടുത്തേക്കാണ് അയക്കുന്നത്. അലീന സ്തംഭിച്ചിരുന്നു. പക്ഷെ നീ എനിക്കൊരു വാക്കു തരണം. നീ ആ അമ്മയുടെ മകളാണെന്ന സത്യം ആ സ്ത്രീയെയോ അവരുടെ കുടുംബാംഗങ്ങളെയോ അറിയിക്കില്ലെന്ന്. അറിയിച്ചാൽ അത് ബന്ധങ്ങൾ കൂട്ടിയിണക്കുന്നതിന് പകരം തകർക്കുകയേ ഉള്ളൂ. കാരണം ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം നീ അവരെ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയവളാണ്. നീ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രം ജീവിക്കാവുന്ന ഒരു ജീവിതമാണ് ഇപ്പോഴവരുടേത്. അവർക്കറിയില്ല നീയുണ്ടെന്ന്. വെളിപ്പെടുത്തരുത്. ഒരു മന്ത്രവാദിനിയാണ് സംസാരിക്കുന്നതെന്ന് അലീനയ്ക്ക് തോന്നു. അത്രമേൽ ഭാവതീവ്രതയും സാന്ദ്രവുമായിരുന്നു അവരുടെ സ്വരവും വാക്കുകളും. പക്ഷെ നിനക്ക് കാണാം, ഒരു കണ്ണാടി ഭിത്തിക്കപ്പുറം നിന്ന് കാണുന്ന പോലെ എല്ലാം കാണാം. നിന്റെ അമ്മ ചിരിക്കുന്നു, സംസാരിക്കുന്നു. നിന്റെ സഹോദരങ്ങൾ കോളേജിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നു. നിന്റെ ബന്ധുജനങ്ങൾ അതിഥികളായി ആ വീട്ടിൽ സന്ദർശനത്തിനെത്തുന്നു, മടങ്ങിപ്പോകുന്നു. പക്ഷെ നീ ഇതെല്ലാം കാണാനേ പാടുള്ളൂ. ഒന്നും ആരെയും അറിയിക്കരുത്. സമ്മതമാണോ എൻ്റെ മോൾക്ക്? ബ്രിജിത്താമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ ആ ഇരിപ്പിൽ മരവിച്ചുപോയി എന്നവർക്ക് തോന്നി. അടുത്ത ഭാഗം നാളെ. ഇത് എൻ്റെ ഒരു ചെറിയ വായന ആരംഭമാണ്. മഴതോരും ഇതിനു മുന്നേ ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പം മഴതോരും മുമ്പേ നോവൽ കേൾക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.